ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഞായറാഴ്ചയാണ്. അപ്പോൾ ഞായറാഴ്ച രാവിലെ ഒരു 6:30 ആയപ്പം ഞാനും ഏട്ടനും മോളും കൂടെ ഒന്ന് നടക്കാൻ ഇറങ്ങി കേട്ടോ. നടക്കാൻ പോയപ്പം ഇവിടുത്തെ മുരിങ്ങത്തോട്ടമൊക്കെ ഉണ്ടല്ലോ, ഞാൻ മുമ്പ് കാണിച്ചു, അങ്ങോട്ടേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പം നച്ചുവിന് ഒരേ നിർബന്ധം, സ്ലൈഡിൽ കയറണം, ഊഞ്ഞാലാടണം എന്നൊക്കെ. അങ്ങനെ ഞാൻ ഇവിടെ നമ്മൾ മാർക്കറ്റിൻ്റെ അടുത്തായിട്ടൊരു പാർക്കുണ്ട്. അപ്പോൾ അവിടെ പോകാൻ വിചാരിച്ചു. അവിടെ നമുക്ക് നടക്കാനുള്ള സൗകര്യമുണ്ട്, പിന്നെ യോഗ ചെയ്യുന്നവരുണ്ടാവും, അതേപോലെ തന്നെ നമുക്ക് എക്സസൈസൊക്കെ ചെയ്യുന്ന പല സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ ഞങ്ങൾ അവിടേക്കാണ് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് പൂ കെട്ടുന്നവരും പൂ വയ്ക്കുന്നവരും ഒക്കെ ഉണ്ട്. ഇടയ്ക്ക് ഞങ്ങളിവിടെ വന്നിട്ട് പൂവൊക്കെ വാങ്ങിക്കാറുണ്ട് കേട്ടോ, നമ്മുടെ ഫോട്ടോത്തിൻ്റെ മുകളിലൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ ചെന്നപ്പം നല്ല തിരക്കുണ്ട് കേട്ടോ. ഞായറാഴ്ച ആയതിനെക്കൊണ്ട് തന്നെ ഒത്തിരി പേര് നടക്കാനും, അതേപോലെ തന്നെ അല്ലാണ്ട് ഡെയിലി ഇവിടെ യോഗ, പിന്നെ കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. ഒരു കൂട്ടം ആൾക്കാരുണ്ട്, ഒരു ഗ്രൂപ്പായിട്ടൊക്കെ അവരിങ്ങനെ ഇരുന്നിട്ട് യോഗ ചെയ്യുന്നവരുണ്ടാവും, പിന്നെ ചിരിക്കുന്നവരുണ്ടാവും, കഥ പറയുന്നവരുണ്ടാവും, പിന്നെ ചില പെറ്റ്സിനെ കൊണ്ട് വരുന്നവരൊക്കെ ഉണ്ടാവും. ഒരിക്കൽ ഞങ്ങൾ വന്നപ്പോൾ 4 മുയലിൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നേ. അന്ന് വെച്ചാൽ കുറച്ച് ചെറുതാണ്, അപ്പം അവൾക്ക് വേണ്ടിയിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അവിടെ എത്തി ഉടനെ നല്ലൊരു സ്ഥലം നോക്കിയിട്ട് ഇരിപ്പുറപ്പിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഏട്ടന് അത്യാവശ്യം ചെറിയ രീതിയിൽ വെയിലൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോയിൽ വെയിലുള്ളതായിട്ട് തോന്നുന്നില്ല, പക്ഷേങ്കിൽ വെയിലുണ്ട്, നല്ല ചൂടുമാണ്. അപ്പോൾ ഏട്ടൻ അവളെയും കൊണ്ട്, അവളാണെങ്കിൽ ഒറ്റയ്ക്ക് കളിക്കത്തില്ല, നമ്മൾ അവളെ കൂടെ ഇരിക്കും, അല്ലെങ്കിൽ അവളെ കൂടെ തന്നെ നമ്മൾ നിൽക്കണം. അങ്ങനെ ഏട്ടൻ അവളെ കൂടെ തന്നെ പോസ്റ്റായിട്ട് നിൽക്കുകയാണ്. ഞാൻ ഈ ഒരു സൈഡിൽ ഇരുന്നിട്ട് ഫോണിൽ കളിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അമ്മ വിളിക്കുന്നുണ്ട്. അമ്മ ഡെയിലി രാവിലെ ഒരു 7 മണി 8 മണീൻ്റെ ഉള്ളിലൊക്കെ അമ്മ വിളിക്കും. അങ്ങനെ ഏട്ടൻ സംഭവങ്ങൾ മാറി മാറി അവളെ ഇങ്ങനെ അതിൻ്റെ മുകളിലൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനിടയ്ക്ക് ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ കുറച്ച് സമയമായില്ലേ അവളെയും കൊണ്ട് നിൽക്കുന്നത്, ഇനി നീ പോയിട്ടാക്കുന്നു പറഞ്ഞിട്ട് ഞാനും ഇതേപോലെ തന്നെ അവളെയും കൊണ്ട് അങ്ങോട്ടേക്ക് പോയതാണ് കേട്ടോ. വീട്ടിലൊരു പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, പോയിട്ട് വേണം ചോറ് വയ്ക്കാനും കറി വയ്ക്കാനും ഒക്കെ. ഏട്ടന് കുറച്ച് ലേറ്റായിട്ട് പോയാൽ മതി ഇന്ന്, അതുകൊണ്ട് തന്നെ ഒക്കെ പണികളൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ കുറച്ച് സമയം ഇരുന്നിട്ട് ഒരു 8:30 ആകുമ്പം ഇവിടുന്ന് തിരിച്ചു പോയിട്ട്, പിന്നെ പോകുമ്പം മീനും അതേപോലെ തന്നെ കുറച്ച് പച്ചക്കറിയും ഒക്കെ വാങ്ങിക്കാനുണ്ട്. കുറച്ച് ലേറ്റ് ആയാൽ മാത്രമാണ് ഇവിടെ മീൻ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ അവർ കട തുറന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഒന്നിട്ടിൽ അവർ കട തുറക്കാൻ നോക്കുന്നതായിരിക്കും. തുറക്കാൻ നോക്കിയാലും പെട്ടെന്ന് ആൾ വെയിറ്റ് ചെയ്യല്ലേ, പെട്ടെന്ന് എടുത്ത് തരും, അങ്ങനെ എടുത്തു തരത്തില്ല. അവരെല്ലാ സംഭവങ്ങളും കഴുകിയൊക്കെ ചെയ്തിട്ടാണ് അവർ നമുക്ക് മീനൊക്കെ എടുത്തു തരിക. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഒരു ചിക്കനൊക്കെ വാങ്ങുന്ന അവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ നേരെ അപ്പുറത്ത് തന്നെയാണ് കേട്ടോ മീനുള്ളത്. ചിക്കൻ വാങ്ങിച്ചത് അടുത്ത വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അവർ ചിക്കൻ വേണമെന്ന് ഏട്ടനോട് വിളിച്ച് പറഞ്ഞപ്പം അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ വാങ്ങിച്ചു. പിന്നെ ഇവിടുന്ന് വലിയുള്ളിയും അതേപോലെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ക്വാർട്ടേഴ്സിൻ്റെ താഴെയും അതിൻ്റെ അടുത്തടുത്തായിട്ടൊന്നും ഇപ്പോൾ പച്ചക്കറി ഇങ്ങനെ വിൽക്കുന്നവരില്ല, അവരെല്ലാവരും അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് ദൂരം ഇങ്ങോട്ടേക്ക് വരണം നമുക്ക് പെട്ടെന്നൊക്കെ ഒരു പച്ചക്കറിയൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ. പിന്നെ ഞങ്ങൾ പോയത് മീൻ വാങ്ങിക്കുന്നിടത്തേക്കാണ് കേട്ടോ. അപ്പോൾ മീൻ അവരെടുത്ത് വെക്കുന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പുറം മാംഗോ ജ്യൂസ് എടുക്കുന്ന നല്ല ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് കിട്ടും, നമുക്ക് കുടിച്ചാലോ എന്ന്. അപ്പോൾ ഞാൻ വേണ്ട പറഞ്ഞു. ആ മാംഗോ ജ്യൂസ് അടിക്കുന്ന സ്ഥലത്തുള്ള ആളാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ വെള്ളം എടുക്കുന്നത്. വെള്ളം എടുത്തിട്ട് ആ ഒരു വെള്ളത്തിൻ്റെ പാത്രമൊന്നും കഴുകുന്നൊന്നുമില്ല, അതിൻ്റെ അകത്ത് മൊത്തം പൂപ്പ് പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ എൻ്റെ ഒരു നോട്ടം നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ കിട്ടും കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള മത്തി, അയില, പിന്നെ ഞണ്ട്, കൊഞ്ച് ഒക്കെ കിട്ടും. അതേപോലെ തന്നെ വളർത്തു മീനാണ് കേട്ടോ അവർ ഈ ഒരു വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത്. ചിലതിന് ജീവനുണ്ട്, ചിലതിന് ജീവനില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് ചെമ്മീൻ കൊഞ്ചിനും വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. പോകുന്ന വഴി കരിമ്പിൻ്റെ ജ്യൂസ് കുടിക്കാൻ വിചാരിച്ചിട്ട് അവിടെ കരിമ്പ് ജ്യൂസ് അടിക്കുന്ന ഒരാളുണ്ട്. അവരുടെ അടുത്ത് നിന്നാൽ ഞങ്ങൾ എപ്പോഴും കഴിക്കാൻ നല്ലതാണ്, നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുമാത്രമല്ല ഈ ഒരു മരത്തിൻ്റെ സംഭവം കൊണ്ട് പ്രത്യേകിച്ച് ഇരുമ്പിൻ്റെ ചുവയൊന്നും വരത്തില്ല കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കരിമ്പ് ജ്യൂസ് കുടിച്ചു. പിന്നെ ചെറിയൊരു ഗ്ലാസ്സിന് 20 രൂപയാണ്. അപ്പോൾ ഞങ്ങൾ 2 എണ്ണം വാങ്ങിച്ചിട്ട് ഞാനും ഏട്ടനും മോളും കൂടെ അത് കുടിച്ചു കേട്ടോ. അതിനുശേഷം നേരെ വീട്ടിലേക്ക് വിട്ട്, പിന്നെ അവിടെ കുറേ പണിയുണ്ട് എനിക്കിന്ന്. ചോറ് വയ്ക്കണം, പിന്നെ ഏട്ടന് പോകുമ്പോഴത്തേക്ക് ചോറാവണം, ചായ ആവണം, അങ്ങനെയൊക്കെ കുറച്ച് സമയം ഈ ഒരു സംഭവം നോക്കി നിൽക്കും കേട്ടോ അവർ ചെയ്യുന്നതൊക്കെ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ എനിക്ക് ഫുള്ള് മടിയായി. പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ, അതായത് തിങ്കളാഴ്ച രാവിലെ ഇതാ എന്നത്തെ പോലെ തന്നെ നേരത്തെ എണീറ്റ് ഏട്ടന് പോകാണ്ട് ചോറ് വയ്ക്കണം, കറി വയ്ക്കണം, അങ്ങനത്തെ കുറേ പരിപാടി ഉണ്ട്. അച്ചു നല്ല ഉറക്കമാണ്. കൂളറിന് തീരെ കാറ്റില്ലായിട്ട് ഞാൻ കുറച്ച് ഉയരത്തിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ.
പിന്നെ ഇന്നലെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ആരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചപ്പാത്തി കുറേ ബാക്കിയുണ്ട്. പിന്നെ ഒരു ചെമ്മീൻ്റെ കറിയൊക്കെ ഉണ്ട്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഏട്ടന് ചെറുപയറിട്ടിട്ടുള്ള കഞ്ഞി മതിയെന്ന്. അപ്പോൾ ഏട്ടനുള്ള കഞ്ഞി ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉച്ചക്കത്തേക്കുള്ള പയറൊക്കെ മുറിച്ച് വെച്ചിട്ട് ഞാൻ പുറത്തേക്ക് വന്നു കേട്ടോ. ഇവിടെ വന്നപ്പോൾ നല്ല കാറ്റാണ്. അകത്തേക്ക് ഒരു തുള്ളി കാറ്റ് കിട്ടുന്നില്ല. മെയിൻ ഡോറും കൂടെ തുറന്നാൽ മാത്രമാണ്, മെയിൻ ഡോറും ഈ ഒരു ഗ്ലാസ് ഡോറും കൂടെ തുറന്നാൽ അകത്ത് നല്ല കാറ്റായിരിക്കും. ഇല്ലെങ്കിൽ ഒരിത്തിരി പോലും കാറ്റുണ്ടാകത്തില്ല കേട്ടോ. അങ്ങനെ നച്ചു എണീറ്റിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ ഉള്ള മേശ എടുത്തിട്ട് അടുക്കളയിൽ ഒരു കിച്ചൻ്റെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അകത്തൊരു എക്സ്ട്രാ കട്ടിലുണ്ടായിരുന്നു. ഞങ്ങളെ കട്ടിൽ കൊണ്ടുപോയപ്പോൾ അവർ ഞങ്ങൾക്ക് ഈ ഒരു കട്ടിൽ തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു കട്ടിലെടുത്തിട്ട് ഈ ഒരു ഹോളിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഏട്ടൻ ഇതാ ഡ്യൂട്ടിക്ക് പോവാണ്. ആരോ ലിഫ്റ്റ് അടച്ചിട്ടില്ല താഴെ, അതുകൊണ്ട് ഏട്ടൻ സ്റ്റെപ്പ് ഇറങ്ങി പോകേണ്ടി വന്നിട്ടുണ്ട്. പോയിട്ട് ഏട്ടൻ പിന്നെ തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഏട്ടനോട് കീ എടുക്കാൻ മറന്നു. ഇവിടുന്ന് ഒരാൾ ക്വാർട്ടേഴ്സ് കാലിയാക്കിയിട്ട് ഇന്നലെ പോയിട്ടുണ്ട്. അവരെ ഹസ്ബൻഡ് മരിച്ചത് ഞാൻ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഹസ്ബൻഡ് എന്താ അറ്റാക്കോ അങ്ങനെ എന്തോ ആയിട്ട് ക്വാർട്ടേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നേ അവർ നാട്ടിൽ പോയ സമയത്ത്. അപ്പോൾ അവരിവിടുന്ന് പോവാണ്. കുഞ്ഞുങ്ങൾ എക്സാമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് ക്വാർട്ടേഴ്സ് കാലിയാക്കാനുള്ള ഡേറ്റ് കൊടുത്തത്. അപ്പോൾ അത് ഇന്നലെ ആയിരുന്നു. അപ്പോൾ അവർ കാലിയാക്കി പോവാണ്. ഏട്ടൻ്റെ അടുത്തായിരുന്നു കീ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം കീ എടുക്കാൻ മറന്നിട്ട് ഏട്ടൻ തിരിച്ച് കീ എടുക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അവൾ ചന്ദനത്തിലൊക്കെ കത്തിച്ചിട്ടൊക്കെ കളിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഏട്ടൻ പോയപ്പം TV ഓൺ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. TV ഓൺ ചെയ്ത് വെച്ചാൽ അവൾ കുറച്ച് സമയം അതൊക്കെ കണ്ടു നിൽക്കും. ഇല്ലെങ്കിൽ ഞാൻ ഫോൺ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഏട്ടൻ കീ എടുക്കാൻ മറന്നിട്ട് വന്നിട്ടുണ്ട്. ജീവനുണ്ട്. കുളിച്ചിക്കോ? കീ കൊടുത്ത ശേഷം അവിടെ പിന്നെ ചന്ദനത്തിരി എടുത്ത് കളിക്കുന്നുണ്ട് കേട്ടോ. ചന്ദനത്തിരിയും പിന്നെ ഞാൻ പെർഫ്യൂമിൻ്റെ സ്മെല്ലുള്ള കുറച്ച് സ്റ്റിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു സ്റ്റിക്കൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അവൾക്ക് അതൊക്കെ കണ്ടാൽ പിന്നെ അതിനോട് എന്നെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. ഇനിയിപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ദാല് വെക്കാമെന്ന്. ചായക്ക് പിന്നെ ഞാൻ ചപ്പാത്തി കഴിക്കും. അവൾക്ക് ഒരു ചപ്പാത്തിൻ്റെ അകത്ത് കുറച്ച് ബട്ടറൊക്കെ ആക്കിയിട്ട് അങ്ങനെ കൊടുക്കും. പിന്നെ അരിക്ക് വെള്ളം ഇടണം. ചോറ് പെട്ടെന്ന് വേവുന്നതിനെ കൊണ്ട് അത് കുഴപ്പമില്ല. അതുകൊണ്ട് കുറച്ച് ലേറ്റാക്കി വെക്കുന്നതിനെ കൊണ്ട് പെട്ടെന്ന് ചീത്തയായി പോകത്തില്ല. പിന്നെ എൻ്റെ അടുത്ത് ഇതിലൊരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ ചീത്തയായി പോവില്ല എന്ന്. അതുകൊണ്ട് ഞാനിപ്പം ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാറാണ് ചോറ്. എന്നിട്ട് കുറച്ച് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒന്ന് ചൂടാക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ രാത്രി ചോറ് കഴിക്കത്തില്ല, വേറെ എന്തെങ്കിലും കഴിക്കും. ചോറ് അല്ലാണ്ട് ചപ്പാത്തിയോ അല്ലെങ്കിൽ വൻപയറോ അങ്ങനത്തെ. ഏട്ടന് വൻപയറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കും. ചോറ് ഒഴിവാക്കിയിട്ട് പിന്നെ ഞാനിന്ന് ദാൽ വെക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ മസൂർ ദാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ 2-3 പച്ചമുളകൊക്കെ മുറിച്ചിട്ട് അത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അകത്തേക്കായിട്ടും പിന്നെ പയറിൻ്റെ ഉപ്പേരിൻ്റെ അകത്തേക്കായിട്ടൊക്കെ കുറച്ച് ഉള്ളി എടുത്തിട്ട് മുറിച്ച് വയ്ക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം ഒത്തിരി ചെമ്മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ കുറച്ച് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മുളകൊക്കെ തേച്ചിട്ട് അതൊരു ഫ്രൈ പോലെ ആക്കാൻ വിചാരിച്ചു. ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ള ഒന്ന് പൊരിച്ചിട്ട്. അപ്പം ഒരു പണിയൊക്കെ ഉണ്ട്. ഇങ്ങനെ തുടയ്ക്കാനും അടിക്കാനും അലക്കാനും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അമ്മയും അച്ഛനൊക്കെ വിളിക്കുന്നുണ്ട്. അച്ഛനൊന്ന് പണിക്ക് പോയിട്ടില്ല. അച്ഛൻ പണിക്കൊക്കെ പോയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് അച്ഛൻ്റെ പെങ്ങൾ മരിച്ചിട്ട് അവരെ 16 ഇന്ന്. അപ്പം ബലിയിടാൻ വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ എൻ്റെ വീട് കൊയിലാണ്ടിയിൽ നിന്ന് കുറച്ച് ഉള്ളോട്ട് പോകണം. അപ്പോൾ ഞങ്ങൾ ഒരു ഉണ്ണിയാവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ വെച്ചിട്ടാണ് ബലിയൊക്കെ ഇടുക. കുട്ടൂനും അവിടെ വെച്ചിട്ടായിരുന്നു ഇട്ടത്. അവർക്കും അച്ഛൻ്റെ പെങ്ങൾ അവർക്കും ഇപ്പോൾ അവിടെ നിന്ന്. അപ്പം അവിടേക്ക് ഇന്ന് രാവിലെ അച്ഛനും അച്ഛൻ്റെ പെങ്ങളൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛനിന്ന് പണിക്ക് പോയിട്ടില്ല. അങ്ങനെ പിന്നെ വീട്ടിൽ നിന്ന് വീടിന് എന്തൊക്കെയോ വീടെടുത്ത സമയത്ത് എന്തൊക്കെയോ അളവിലൊക്കെ തെറ്റുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് വീടിൻ്റെ പ്ലാൻ വരച്ചിട്ടുള്ള കുറ്റിക്കാരെന്നൊക്കെ നാട്ടിൽ പറയും, അവർ വരുന്നുണ്ട്. അപ്പോൾ വീട്ടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീടിന് അങ്ങനെ ഇവിടെ ഇപ്പം ദാലായിട്ടുണ്ട് കേട്ടോ. അതിന് വറവിടാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകൊക്കെ ഇട്ടിട്ട് വറവിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് സമയം അവളോട് കഥ പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ. പിന്നെന്താ പറ അച്ഛന്
ഭാവയ്ക്ക് അമ്മേനെ ഭയങ്കര ഇഷ്ടം. എന്ത് നച്ചു ഭയങ്കര ഇഷ്ട. ഭാവയ്ക്ക് അമ്മേനെ ഭയങ്കര ഇഷ്ടം. പാട്ട് പാടുവാ? പാട്. മോള് പാട്. മോള് പാട്. മോള് പാട്. മോള് പാട്. അമ്മ കാട്ടു കാട്ടു തുണ്ടാരുങ്ങി അമ്മ കമ്പൂത്തിരി പൊന്നു ചോറ് വറ്റി പൊന്നു കുളിരാ കുളിരാവും. പിന്നെ ഞാൻ ഉപ്പേരി മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് ഏകദേശം ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചെമ്മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചെമ്മീൻ പൊരിച്ച് അതിൻ്റെ അകത്തേക്ക് ഉള്ളിയൊക്കെ ഇട്ടിട്ട് അതാക്കണം. ഇന്ന് ഞാൻ ഡോറ് തുറന്ന് നോക്കിയപ്പം ഇവിടുത്തെ ചുമര് നന്നായിട്ട് അഴുക്ക് പിടിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ലിപ്സ്റ്റിക് കൊണ്ടും അതേപോലെ തന്നെ ക്രയോൺസ് കൊണ്ടൊക്കെ ഇങ്ങനെ വരഞ്ഞിട്ടിട്ട് ഒത്തിരി അഴുക്ക് പിടിച്ച് കൊടുക്കുന്ന പോലെ ഉണ്ട്. നമ്മൾ പോകുന്നതിൻ്റെ നമുക്ക് ഇവിടെ പെയിൻ്റ് അടിച്ച് കൊടുക്കേണ്ടി വരും, അത്രയ്ക്ക് അഴുക്കാണ് ചവരൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന്, ചെറിയ രീതിക്കെങ്കിലും ക്ലീനാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് ക്ലീനാക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ഒരു ഉള്ളി ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി ഒന്ന് നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഉള്ളിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് വാട്ടിയെടുക്കുകയാണ്. അങ്ങനെ ഇതാ ഞാൻ കുറച്ച് വിനാഗിരിയും നമ്മുടെ വിം ലിക്വിഡും കൂടി എടുത്തിട്ടുണ്ട്. അത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഈ ഒരു ചുവരിലുള്ള കറിയൊക്കെ പൊക്കുന്നത് കേട്ടോ. പെൻസിലും പെന്നും അതേപോലെ കളർ പെൻസിലും കൊണ്ടൊക്കെ വരച്ചിട്ടുള്ള കറിയൊക്കെ നമുക്ക് ഇങ്ങനെ കളയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇതിങ്ങനെ ഒന്ന് ഈ ഒരു ബ്രഷ് ഇട്ടിട്ട് ഇങ്ങനെ ഈ ഒരു ലിക്വിഡ് ഇങ്ങനെ ആക്കി കൊടുക്കുക. അതിനുശേഷം ഒരു നനഞ്ഞ തുണി കൊണ്ടങ്ങ് തുടച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ പല്ലവിയൊക്കെ ഇന്ന് ഗുജറാത്തിൽ എന്തോ റെസിപ്പി ഉണ്ടാക്കി പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹലുവാന്നോ അങ്ങനെ എന്തോ സംഭവം. നമ്മുടെ റവയും പിന്നെ കടലയും ഒക്കെ വെച്ചിട്ട് നമ്മളെ കുക്കറപ്പൊക്കെ ഇല്ലേ അതുപോലെയൊക്കെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഒന്നും അല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പീസ് തന്നിട്ടുണ്ടായിരുന്നു. നച്ചുനും കൊടുത്തിട്ട് നച്ചു കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അവർക്ക് ഇഷ്ടമായിട്ടില്ല തോന്നുന്നു. അങ്ങനെ ഇതാ ഏകദേശം ഇതൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഹാളിൽ മാത്രമാണ് ഇങ്ങനെ വരഞ്ഞിട്ടിട്ടുള്ളൂ. അപ്പോൾ അത് ഇത്രയും ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ പോകാൻ സമയമാകുമ്പോഴേക്കും ഇവിടെ ഒന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കാം. അങ്ങനെ ഇതാ ചെമ്മീൻ്റെ റോസ്റ്റ് ഇവിടെ ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഏട്ടന് ചോറൊക്കെ കൊടുത്തു വന്നു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ചോറൊക്കെ കൊടുത്തു വന്നതിന് ശേഷം ആ കൊക്കൊന്ന് തുടച്ചിടുന്നുണ്ട്. കട്ടിലും മേശയൊക്കെ അങ്ങോട്ടേക്ക് മാറ്റിയിട്ടതിനെ കൊണ്ടും പിന്നെ എല്ലാ ജനലും ഇപ്പം തുറന്നിടുന്നതിനെ കൊണ്ടൊക്കെ നല്ല പൊടിയാണ് ഈ റൂമും ഒക്കെ തന്നെ. അപ്പോൾ ഡെയിലി തുടച്ചിട്ടില്ലെങ്കിൽ നന്നായിട്ട് അഴുക്ക് പിടിച്ചെടുക്കും. പിന്നെ ഞങ്ങൾ റോസ്മേരീൻ്റെ വാട്ടർ എൻ്റെ തലയിലേക്ക് അവൾ സ്പ്രേ ചെയ്ത് തരാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു. മസാജ് അടിക്കണ്ട. ഇവിടെ ചോ അത് തീർക്കല്ലേ ഇവിടെ മതി. അയ്യോ പുറത്ത് പോക്കല്ല.